സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നായ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. അതിനാൽ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതലായിരിക്കും ആരംഭിക്കുക. 2 മാസമാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള കാലാവധി. ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. തുടർന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ വാർഷിക മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ഗുണഭോക്താവ് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഈ വിവരം അക്ഷയ കേന്ദ്രങ്ങളെയോ വാർഡ് മെമ്പറിനെയോ അറിയിക്കേണ്ടതുമാണ്. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിനായി ജൂൺ 10 വരെ അവസരമുണ്ട്. ഇനിയും നിരവധി പേർ ഇത് പൂർത്തീകരിക്കാൻ ഉള്ളത് കൊണ്ടാണ് ജൂൺ 10 വരെ അവസരം നൽകിയിട്ടുള്ളത്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളവർ എത്രയും വേഗം അത് പൂർത്തീകരിക്കേണ്ടതുമാണ്. ഈ KYC പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ റേഷൻ വിഹിതങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ റേഷൻ കടകൾ 5, 6 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കില്ല. ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് മഞ്ഞ കാർഡുള്ളവർക്ക് കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കുമാണ് ലഭിക്കുക. പിങ്ക് കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. നീലക്കാർഡുള്ളവർക്ക് 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. കാർഡിന് അധിക വീതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ്. വെള്ള കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ആണ് ലഭ്യമാകുന്നത്. ജൂൺ മാസത്തിൽ മണ്ണെണ്ണ ആർക്കും തന്നെ ഇല്ല. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പാണ്, നീല വെള്ള കാർഡുടമകൾക്ക് അർഹരാണെങ്കിൽ പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടലോ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ്. പിങ്ക് കാർഡിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ വിവരങ്ങൾ കൂടുതലും കൃത്യവുമായി മനസ്സിലാക്കിയതിനു ശേഷം പ്രയോജനപ്പെടുത്തേണ്ടതാണ്.